നാളെ നടക്കുന്ന സ്റ്റോർ കീപ്പർ എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ സെലക്റ്റഡ് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി ആണ് കേട്ടോ, നെഗ്ലേറിയ ഫൗലേറി. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി, നെഗ്ലേറിയ ഫൗലേറി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ നടത്തിയ പ്രാഥമിക കണ്ടെത്തൽ എന്തായിരുന്നു? സൾഫറിന്റെ സാന്നിധ്യം കണ്ടുപിടുത്തലായിരുന്നു കേട്ടോ, സൾഫറിന്റെ സാന്നിധ്യം. അപ്പോൾ ഒന്നുകൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ നടത്തിയ പ്രാഥമിക കണ്ടെത്തൽ എന്തായിരുന്നു? സൾഫറിന്റെ സാന്നിധ്യമായിരുന്നു. അടുത്ത ചോദ്യം, മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ, ആസാം സംസ്ഥാനമാണ്. പഠിച്ചു വെക്കണം, ഗജമിത്ര പദ്ധതി ആസാമിലെയാണ്. ഒന്നുകൂടെ പറയാം, മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ട്രൈബൽ ജിനോം സെക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയേറിയ ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ട്രൈബൽ ജിനോം സെക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2025-2035 വരെ ജലശക്തി ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. 2025-2035 ജലശക്തി ദശകമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശ്. 2025 മുതൽ 2035 വരെയുള്ള 10 വർഷം, അതായത് ജലശക്തി ദശകമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശാണ്, അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ കണ്ടെത്തിയെടുക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച കലാസംഘത്തിന്റെ പേരാണ് ഋതം കേട്ടോ, പഠിച്ചു വെക്കണം. എന്താണ്? ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച കലാസംഘത്തിന്റെ പേരാണ് ഋതം. അടുത്ത ചോദ്യം നോക്കാം. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് നിരാമയ പദ്ധതി എന്ന് പറഞ്ഞാൽ? നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. രാജ്യത്ത് മൊബൈൽ വഴി വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് കേട്ടോ. അപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു, അപ്പോൾ ഇലക്ട്രോണിക് വോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? രാജ്യത്ത് മൊബൈൽ വഴി ഇലക്ട്രോണിക് വോട്ട് അഥവാ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ഓഫീസിനാണ്? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ഓഫീസിനാണ്? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ US-ലേക്ക് മഖാന കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് കേട്ടോ. മഖാന എന്ന് പറഞ്ഞാൽ ഫോക്സ്നട്ട് ആണ്, ഒരു സീഡാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, അടുത്തിടെ US-ലേക്ക് മഖാന അഥവാ ഫോക്സ്നട്ട് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? തൃശ്ശൂരാണ്. പഠിച്ചു വെക്കണം, ഇന്ത്യയിൽ തന്നെ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? എവിടെയാണ്? തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന എലോൺ മസ്കിന്റെ ഉപഗ്രഹ നെറ്റ്വർക്ക് കമ്പനിയുടെ പേരെന്താണ്? സ്റ്റാർലിങ്ക്. ഇന്ത്യയിലേക്ക് എത്തുന്ന എലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനി ഏതാണ്? സ്റ്റാർലിങ്ക് കേട്ടോ, സ്റ്റാർലിങ്ക്. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അപ്പോൾ എന്താണ്? വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സല്ലാപം പദ്ധതി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? സൈപ്രസ് ആണ് കേട്ടോ, യൂറോപ്യൻ രാജ്യമായ സൈപ്രസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? സൈപ്രസ് ആണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ
കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ എന്താണ്? റേഡിയോ നെല്ലിക്കയാണ്. നെല്ലിക്ക. ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ലിക്കയെ പറ്റി നമ്മളൊരു പഴയൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ. എന്താണ് നെല്ലിക്ക എന്ന് പറയുന്നത്? നെല്ലിക്ക എന്താണ്? ആദ്യം കഴിച്ചാൽ കയ്പ്പ് വരും, പിന്നീട് കഴിച്ചാൽ എന്താണ്? ആദ്യം കഴിക്കുമ്പോൾ കഴിക്കും, അതുപോലെ തന്നെ പിന്നീട് കഴിക്കുമ്പോൾ മധുരിക്കും. അത് നമ്മൾ ആരോടാണ് പറയുന്നത്? കുട്ടികളോടല്ലേ പറയുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോണം. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ്? റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു ഇനി വരുന്ന പരീക്ഷകൾക്കായി, ഇനി വരുന്ന കേരള PSC പരീക്ഷകൾക്കായി, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 10th ലെവൽ എക്സാംസ് വരുന്നുണ്ട്, കമ്പനി ബോർഡ്, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെക്കോ LDC, തിരുവിതാംകൂർ LDC, ഡിഗ്രി ലെവൽ എക്സാംസ്, ഇനി തുടർന്ന് നിരവധി എക്സാംസ് വരുന്നുണ്ട്. ആ എക്സാംസിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. 1 hour ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 1 hour ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. കോഴ്സ് എന്ന് പറയുന്നത്, കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ട്സുകൾ, ലൈവ് ഡിസ്കഷനുകൾ, എക്സാം ഓറിയൻറ്റഡ് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ് ഡ്യൂറേഷൻ 6 മാസത്തേക്കായിരിക്കും. 6 മാസത്തേക്ക് നിങ്ങൾക്ക് വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാർ. അതായത് 88 48 93 85 96 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്യുക. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് പുതുക്കി നിശ്ചയിച്ച നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5%. പഠിച്ചു വെക്കണം. റിസർവ് ബാങ്ക് പുതുക്കി നിശ്ചയിച്ച നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5% അഥവാ 5.5%. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായ വനിതാ എഞ്ചിനീയറാണ് മാധവി ലത കേട്ടോ. വനിത ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായ വനിതാ എഞ്ചിനീയറാണ്? മാധവി ലതയാണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫാണ്. അപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സാറ ജോസഫിനാണ്. ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ എത്ര എണ്ണമാണ്? 33 രാജ്യങ്ങൾ ഇന്ത്യ സന്ദർശിച്ചു കേട്ടോ. അപ്പോൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ സന്ദർശിച്ച രാജ്യങ്ങൾ എത്രയാണ്? 33 രാജ്യങ്ങളാണ്. 2025 IPL ജേതാക്കളാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് കേട്ടോ. 2025 IPL ജേതാക്കളായിട്ട് വരുന്നത് കേട്ടോ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രജത് പട്ടിദാറാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമ്പലവയലാണ് കേട്ടോ. പഠിച്ചു വെക്കണം. കേരളത്തിലെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമ്പലവയലാണ്. അടുത്തിടെ നമ്മുടെ കൃഷിമന്ത്രി P. പ്രസാദ് പ്രഖ്യാപിച്ചാണ് കേരളത്തിലെ അവക്കാഡോ നഗരം എവിടെയാണ്? അമ്പലവയലാണ്. അമ്പലവയൽ എവിടെയാണ്? വയനാട് ജില്ലയിലാണ് അമ്പലവയൽ വരുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമ്പലവയൽ. കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന്, അതായത് കോഴിക്കോട് സാഹിത്യ നഗരത്തിലെ സാഹിത്യത്തിനുള്ള സമഗ്ര പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫാണ്. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. അടുത്തിടെ 16 വയസ്സിന്, നോട്ട് ചെയ്തോണേ, അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അടുത്തിടെ ചൈന പുറത്തിറക്കിയ AI മോഡൽ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണ്? ഡീപ്സിക് ആണ് കേട്ടോ. ഡീപ്സിക് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടെ പറയാം. അടുത്തിടെ ചൈന പുറത്തിറക്കിയ AI മോഡൽ ഏതാണ്? ഡീപ്സിക് ആണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മുൻ ISRO ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിനാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഡോക്ടർ എസ് സോമനാഥിനാണ്. 2025 COP30 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി എവിടെയാണ്? ബെലേം, ബ്രസീലാണ് കേട്ടോ. അപ്പോൾ COP30 വേദി എവിടെയാണ്? ബെലേം, ബ്രസീൽ. ഒന്നുകൂടെ പറയാം. 2025 COP30 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി എവിടെയാണ്? ബെലേം, ബ്രസീലാണ്.
P4 സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. P4 സീറോ പോവർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഇ സന്തോഷ് കുമാറാണ്. 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഇ സന്തോഷ് കുമാറാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടെ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന ലക്ഷ്യത്തോടെ സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഓപ്പൺ എഐയുടെ ഏറ്റവും പുതിയ AI മോഡൽ ഏതാണ്? GPT-5 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെക്കുക. ഓപ്പൺ എഐയുടെ ഏറ്റവും പുതിയ AI മോഡൽ ഏതാണ്? GPT-5 ആണ് കേട്ടോ. GPT-5 ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പഠിച്ചു വെക്കണം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മനിക വിശ്വകർമ്മയാണ് കേട്ടോ. മനിക വിശ്വകർമ്മയാണ്, രാജസ്ഥാൻ സ്വദേശിനിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? മനിക വിശ്വകർമ്മയാണ് കേട്ടോ. മനിക വിശ്വകർമ്മയാണ്. അതുപോലെ തന്നെ നാളത്തെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഓസ്കാർ പുരസ്കാരം, നോബൽ പുരസ്കാരം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിനിമ അവാർഡുകൾ, ISROയുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ്, ഇന്ത്യയിലെ കേരളത്തിലേക്ക് അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാർ കാണുക. കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്ന് ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിന് മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കെല്ലാം ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിടാം. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024-25 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറുക. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, പഠിക്കാൻ പാടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി പഠിക്കുക. അപ്പം നാളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ പുതിയൊരു ക്ലാസ്സുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.